നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പ്ലെയിൻ സാരി ഉണ്ട്. പ്ലെയിൻ സാരി എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള പ്ലെയിൻ സാരി. ഭയങ്കര വ്യത്യസ്തത വലിയ അവകാശപ്പെടാനില്ല, ഇല്ലെന്ന് ഞാൻ പറയുന്ന കേട്ടോ, ഉണ്ട് ശരിക്കും. പിന്നെ ഇതൊക്കെ ഇറങ്ങി ഈ പഴയ കുറേ കാലം മുന്നേ ഒക്കെയുള്ള മോഡലുകൾ ഇപ്പം ലേറ്റസ്റ്റായിട്ട് പുതിയ ട്രെൻഡായിട്ട് അങ്ങനെയാണല്ലോ കാലങ്ങളായിട്ട് പിന്തുടർന്ന് പോകുന്നത്. പഴയ മോഡലുകൾ പുതിയതായിട്ട് വരും, പുതിയ മോഡലുകൾ പഴയതാകും, അങ്ങനെയല്ലേ. അതുപോലത്തെ ഒരു പ്ലെയിൻ സാരി. പിന്നെ പ്ലെയിൻ സാരിയാണ് ചെറിയ പ്രിൻ്റൊക്കെ ആയിട്ട് കാണിക്കാം അല്ലേ, അതാണല്ലോ. ഇത് ഒത്തിരി ആകുന്നതാണ് ഇരിക്കുന്നത് എന്നൊരു തോന്നൽ. അപ്പോൾ ആദ്യം വെറും പ്ലെയിൻ അല്ലാത്ത സാരി കാണിക്കാം. നമ്മുടെ ക്രേപ്പ്, പ്യുവർ ക്രേപ്പാണോ എന്ന് വെച്ചാൽ ക്രേപ്പ് ഫീലുള്ള മെറ്റീരിയലാണ്. നല്ല ബോഡിക്ക് നല്ല ഭംഗിയും സുഖവുമാണ് ആ മെറ്റീരിയൽ. അതാണ് ഇതിൻ്റെ ഒരു ഇത് ആവശ്യമുണ്ട്. ആദ്യത്തെ സാരി ഇപ്പം മറ്റേ എന്നാ പറയുന്നത്, മോഹൻലാലിൻ്റെ സിനിമയ്ക്കകത്ത് പറഞ്ഞത്, ഇപ്പം അവരുടെ ഇപ്പം അയാളുടെ കാലമാണല്ലോ എന്ന് പറയുന്ന പോലെ ഇപ്പോൾ പ്ലെയിൻ സാരികളുടെ കാലമാണല്ലോ അല്ലേ. എവിടെ നോക്കിയാലും പ്ലെയിൻ സാരി നല്ല ഭംഗിയായിട്ട്. അതിൻ്റെ ഗുണം എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കും. കോസ്റ്റ് ഭയങ്കരമായിട്ട് ചിലവ് കുറവുമാണ്, ഭംഗി കൂടുതലുമാണ്. അപ്പോൾ അതിൻ്റെ വിവിധ വേർഷൻസ്. ഇത് സാരി വിത്ത് ബ്ലൗസാണ്. സാരി ഇത് കണ്ടോ, ഒരു ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ്. ഭയങ്കര ക്രേപ്പിന് നമുക്കെല്ലാം അറിയാം, ഒരു തരിതരിപ്പ് പോലെ ഉണ്ടല്ലേ ക്രേപ്പിൻ്റെ മെറ്റീരിയൽ. ശരീരത്തിട്ടാൽ അത് ഊർന്നു പോകത്തില്ല, പിടിച്ചവിടെ തന്നെ കിടക്കും. നല്ല നമുക്ക് മാനേജ് ചെയ്യാൻ, നല്ല ഷോളാണേലും അങ്ങനെ തന്നെയാണല്ലോ, മാനേജ് ചെയ്യാൻ നല്ല എളുപ്പമാണ്. പിന്നെ എന്നാന്ന് ചോദിച്ചാൽ ക്രേപ്പിന് വില കൂടുതലുമാണ്. ക്രേപ്പിന് വില, ജോർജറ്റിലെ ഏറ്റവും ക്വാളിറ്റി ക്രേപ്പിന്. ജോർജറ്റ് ക്രേപ്പ് എന്ന് പറയുന്നത് ജോർജറ്റിൻ്റെ ഒരു വകഭേദമാണ്. അതിൽ ജോർജറ്റിലെ ഏറ്റവും ക്വാളിറ്റി ആയിട്ട് വരുമ്പോഴാണ് ക്രേപ്പ് എന്നൊരിതിലേക്ക് വരുന്നത്. അതിൻ്റെ ബ്ലൗസും ഉണ്ട്, വിത്ത് ബ്ലൗസാണ്. വിത്ത് ബ്ലൗസ് എൻ്റെ കയ്യിലിരിക്കുന്ന ഇത് നിറച്ചും ഒരു ഡിസൈനുണ്ട്, ഒരു ചെറിയ ഗ്ലോസിയൊക്കെ ആയിട്ടുള്ള ഡിസൈൻ. ഇത് കണ്ടോ, ഡിസൈനല്ല ഗ്ലോസിയൊക്കെ ആയിട്ടുള്ള മെറ്റീരിയൽ. ഇത് നിങ്ങൾക്ക് ബോഡി പർപ്പിളും ഡാർക്ക് പർപ്പിളും ലൈറ്റ് പർപ്പിളും കൂടി ഇങ്ങനെ ഒരു ചുങ്കിടി എന്നല്ല, ആ ഒരു പ്രിൻറ്റിന് ഞാൻ പറഞ്ഞു കേട്ടോ. ഇതേ കൂടെ ഇങ്ങനെ ഒരു ചെറിയ ലൈൻസ് പോലെ ഒരു സാധനം പോകുന്നുണ്ട്. ഇങ്ങോട്ട് കാണിക്കാവോ? ഇത് കണ്ടോ, ഇങ്ങനെ ഒരു ലൈൻസ് പോലെ ഒരു വീവിങ് ഇങ്ങനെ പോകുന്നുണ്ട്. അതൊരു ഭംഗി, അതൊരു വെറൈറ്റിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു. എന്നിട്ട് ടാസിലൊക്കെ നിറയെ ഉള്ള ടാസിലാണ് പിടിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു മെറ്റീരിയൽ ഉണ്ട്, ആ പൊട്ടിച്ചതിൻ്റെ നൂലായിരിക്കുന്നത്. നല്ല ഒരു വെറൈറ്റി ഉണ്ട്. നമുക്ക് അത് എന്നാ പറയുന്നത്, കാണുമ്പോഴല്ല, അത് ഉടുത്ത് കഴിയുമ്പോൾ നല്ലൊരു വ്യത്യസ്തതയാണ്. പിന്നെ നിങ്ങൾക്കുള്ള നമുക്ക് ഇതിനകത്തുള്ളൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബ്ലൗസ് ഇടാം. ഈ ബ്ലൗസിന് ഒരു പാർട്ടി ടച്ച് തരുന്ന ഒരു ചെറിയൊരു ഗ്ലോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓവറായിട്ടുള്ള ഗ്ലോ ഇല്ല, എന്നാൽ ഒരു തിളക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഓവറായിട്ടില്ല. ഇനി അങ്ങനെ വേണ്ടവർ വേറെ സെപ്പറേറ്റ് ബ്ലൗസ്, വേറെ എന്തെങ്കിലും നമുക്ക് ഡിസൈൻ ചെയ്ത് ബ്ലൗസൊക്കെ വേണമെങ്കിൽ ഇടാം. ഈ കളറുള്ള ബ്ലൗസൊക്കെ, ലൈറ്റ് കളറൊക്കെ ഉള്ള ബ്ലൗസ് ഇടുവാണെങ്കിൽ വേറെ രീതിക്കും ഇടാം. അങ്ങനെ ഒരു സാരി വളരെ റേറ്റ് കുറവാണ്, ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സാരി. അങ്ങനെ ഫുള്ള് ബോഡി ഇങ്ങനെ, ബോഡി ഫുള്ള് ഇങ്ങനെ ഓരോരോ ഡിസൈൻസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വരും. ഞാൻ ആദ്യത്തെ സാരി കാണിക്കുമ്പം കുറച്ച് സമയം കൂടുതൽ എടുക്കുന്നതിൻ്റെ കാര്യം എന്നാന്ന് ചോദിച്ചാൽ, പിന്നീടുള്ള സാരികൾ അത്രയും നേരം ഞാൻ സമയം എടുക്കുന്നത് ചിലർക്ക് തോന്നും ലാഗിങ് ആയിട്ട് തോന്നുന്നു. അതെന്നാന്ന് ചോദിച്ചാൽ അത് ഇതുണ്ട്, ബോർഡറും ഉണ്ട് കേട്ടോ. ബോർഡർ പോലെ ആ ഒരു പോയിട്ടുണ്ട്. അത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാകേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. പിന്നീട് അത് ചോദിക്കരുത്. പിന്നീട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് എന്നാണെങ്കിലും മനസ്സിൽ തോന്നാറാ അത്. ആ ഒരു സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടിയിട്ടാണ് പറയാവുന്നതിൻ്റെ മാക്സിമം, കാണിക്കാവുന്നതിൻ്റെ മാക്സിമം ഞാൻ ആദ്യത്തെ സാരി, അതായത് ഒരു ടൈപ്പ് സാരി കാണിക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ഒരു കളർ, ആദ്യം കാണിക്കുന്ന കളർ ഏതാണ്, അതിനെപ്പറ്റി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കുന്നത്. അപ്പം അത് സ്കിപ്പ് ചെയ്തിട്ട് പിന്നെ വന്നിട്ട് ഫോട്ടോ എടുത്ത് തരാമെന്ന് ചോദിക്കരുത്. ഞാൻ ചോദിക്കുന്നതിന് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല പറയാം. ഫോട്ടോ കാണിക്കുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഫോട്ടോ കാണിക്കാൻ മടിയുണ്ടോ എന്ന് ചോദിച്ചാൽ ചെറിയ മടിയൊക്കെ ഉണ്ട്. കാരണം നല്ല തിരക്കിരുന്നിരിക്കുമ്പോഴേ ഫോട്ടോ നമ്മൾ എടുത്തൊന്നും വെച്ചിട്ടൊന്നുമില്ല. പിന്നെ എവിടെയെങ്കിലും വെച്ചൊരു ഫോട്ടോ എടുത്ത് തരിക എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ടാണ് ആദ്യം ഇങ്ങനെ വിശദീകരിച്ച് കാണിക്കുന്നത്. ചിലർക്ക് ഫോട്ടോ കണ്ടാലേ സമാധാനമാകത്തുള്ളൂ. അതുകൊണ്ട് എന്നെ എടുക്കും, ആ സാരി വേണ്ടെന്ന് വയ്ക്കും. നല്ല സാരി ആയിരിക്കും, ഫോട്ടോയിൽ കാണുന്നതായിരിക്കുകയല്ല കളറ്, കറക്റ്റ് കളറ്.
അടുത്തത് കേട്ടോ, ടീൽ ബ്ലൂ ഒരു ഷെയ്ഡ്. ഇഷ്ടമുള്ള കളർ നോക്കിയെടുത്തോ. ഇത് ടീൽ ബ്ലൂ. ഇതിൻ്റെ ബ്ലൗസ് ഇത് തന്നെ. ബ്ലൗസിലൊരു ബുട്ട, ഒരു സെൽഫ് പ്രിൻ്റ് ഉണ്ട് ഇങ്ങനെ. ടീൽ ബ്ലൂ അതിൻ്റെ ലൈറ്റും ഏത് കളർ വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഇനി റാണി പിങ്ക്, ഇതങ്ങോട്ട് വെച്ചു. നല്ല കളറല്ലേ. ഈ ചില ഫ്രൂട്ടൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് എടുത്ത് കടിക്കാൻ തോന്നുന്നത് എന്ന് പറഞ്ഞ പോലത്തെ കളറാണ്. ഓ എന്നാ രസം. റാണി പിങ്കിൻ്റെയൊക്കെ ആ ഒരു ഇതേ, അതിൻ്റെ ഒരു തീഷ്ണത വന്നിട്ട് അതിൻ്റെ കൂടെ ഇങ്ങനെ ലൈറ്റും കൂടെ പോകുമ്പോൾ ഭയങ്കര ഒരു ഭംഗി ഉണ്ടോ. ഞാനിപ്പോൾ ഇത് മൊത്തം നോക്കാൻ കഴിയില്ലാങ്ങിട്ട് തന്നെയാണ് കേട്ടോ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. ബ്ലൗസ് ഇത് അതിൻ്റെ തന്നെ ബ്ലൗസ്, വേറെ ഒന്നുമില്ല, വ്യത്യാസങ്ങളൊന്നുമില്ല. സാരിയും ബ്ലൗസും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇത് കണ്ടോ ഇങ്ങനെ ഇരിക്കും. ഈ ഒരു പ്രിൻ്റ് ഇങ്ങനെ ഉണ്ട്. അതൊരു ഭംഗിയാണ്, ഭയങ്കര ഒരു ഭംഗിയാണ്. ബോർഡറുണ്ട് കേട്ടോ, സാരിക്കൊരു ബോർഡറുണ്ട്, ഇങ്ങനൊരു ബോർഡറുണ്ട്. ആണോ? കളർ വേറെയാ? അയ്യോ ഇतना ഭംഗിയുള്ള കളറാണ് അത്. വേറെ ലൈറ്റായിട്ടാണോ കാണുന്നത്? ആണോ? ലൈറ്റായിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞാൽ ചില കളറുകൾ അങ്ങനെയാണ്, കിട്ടിയോ അത് കറക്റ്റാക്കി എടുക്കാൻ വലിയ പാടാണ്. ലൈറ്റ് നമ്മൾ എത്ര അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും കറക്റ്റ് കളർ കിട്ടത്തില്ല. പക്ഷേ ഞാനിപ്പോൾ എൻ്റെ ഫോൺ വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഈ എടുക്കുന്ന ഷൂട്ട് ചെയ്യുന്ന ഫോൺ എന്ന് പറഞ്ഞാൽ ഐഫോണിലാണ് എടുക്കുന്നത്. അപ്പോൾ അതും കൂടെ വെച്ച് നോക്കിയിട്ട് ഏറ്റവും ആപ്റ്റായിട്ട് കളർ വരുന്ന ഇതിലാണ് നമ്മൾ എടുക്കുന്നത്. ലൈറ്റൊക്കെ അങ്ങനെ ഒരു സെറ്റ് ചെയ്താണ് എടുക്കുന്നത്. പക്ഷെ പിന്നെ അത് മാറി ഓരോരുത്തരുടെയും ഫോണിൽ ഓപ്പൺ ചെയ്യുമ്പോൾ കളർ വ്യത്യാസപ്പെടുകയൊക്കെ ചെയ്ത് കറക്റ്റ് കളർ തന്നെയാണ്. കണ്ടോ ബോട്ടിൽ ഗ്രീൻ. എല്ലാം ഈ ക്രേപ്പിനുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് കളർ എടുത്താലും അതിൻ്റെ ഡീപ്പായിട്ടുള്ള കളറായിരിക്കും. ഇപ്പോൾ ബോട്ടിൽ ഗ്രീൻ ആണെങ്കിൽ അതിൻ്റെ ഏറ്റവും ഡീപ്പായിട്ടുള്ള കളർ വരും. പിന്നെ ടീൽ ബ്ലൂ ആണെങ്കിലും അങ്ങനെ. നമ്മുടെ ക്രേപ്പ് ജോർജറ്റിൻ്റെ സാരി ഉടുക്കത്തില്ല, അത് സത്യം പറഞ്ഞാൽ ഫീലാണ് നല്ലതായിട്ട് കിട്ടുന്നത്. അതുപോലെ തന്നെ ഒതുങ്ങി ശരീരത്തിൽ കിടക്കുകയും ചെയ്യും. നല്ല ബോഡി ഷേപ്പ് തോന്നിക്കുന്ന ഒരു സംഭവം. വണ്ണം ഉള്ളവർക്കും ഉടുക്കാം, വണ്ണമില്ലാത്തവർക്ക് അയ്യോ ഇതങ്ങ് ഭയങ്കര കൊലുന്നനെയായി പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പടി സ്കിൻ എങ്ങനെ. ഞാനൊക്കെ പണ്ട് ഞാൻ മെലിഞ്ഞിരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? എനിക്കത് പറയുമ്പോൾ ഒരു കാര്യം ഓർമ്മ. അമ്മച്ചി എന്നെ കളിയാക്കി പറഞ്ഞ എൻ്റെ മദറിൻലോയെ കല്യാണം കഴിച്ചുകൊണ്ടിരുന്ന ഇപ്പോൾ പറയുന്നതായിരുന്നു, ഫാനിടുമ്പോൾ സ്പീഡ് കൂട്ടരുത് കാവ്യ പറഞ്ഞു. എന്നെ വീട്ടിൽ വിളിക്കുന്ന ഒരു കാവ്യ എന്നായിരുന്നു. കാവ്യ പറഞ്ഞു പോകുന്നു അന്ന് പറഞ്ഞ പോലെ അത്രയ്ക്ക് മെലിഞ്ഞിരുന്ന. അപ്പം ഞാൻ പറയാൻ വരുന്നത് എന്നാ, അപ്പോൾ അപ്പടി മെലിഞ്ഞു പോയ ആൾക്കാർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഒരു കുറച്ച് വണ്ണമൊക്കെ ഉണ്ടെങ്കിൽ നല്ല ബോഡി ഷേപ്പ് തോന്നും. ബോഡി ഷേപ്പ് ഉണ്ടെങ്കിൽ മെലിഞ്ഞിരുന്നാലും കുഴപ്പമില്ല. ഇനി ഇതാണ് ഞാൻ പറഞ്ഞ പ്ലെയിൻ സാരി, വിത്തൗട്ട് ബ്ലൗസാണ്. വിത്ത് ബ്ലൗസ് അല്ല, ബ്ലൗസ് ഇല്ല. ബ്ലൗസിനെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ചെയ്യാം. ഇതിൻ്റെ തന്നെ ബ്ലൗസ് വേണമെങ്കിലും ഇടാം. ഇതിൻ്റെ ബ്ലൗസ് ഇടുന്നതിലും ഞാൻ പറയുന്നത് വേറെ കോൺട്രാസ്റ്റ് ഒക്കെ ഇടുന്നതായിരിക്കും. ഇത് ചെക്ക് ഡിസൈൻ എന്നും എവർഗ്രീൻ. ഈ ഒരു മോഡൽ പണ്ട് ഒത്തിരി സാരികൾ ഇറങ്ങുമായിരുന്നു, ഞാൻ ഓർക്കുന്നുണ്ട്. ഒത്തിരി കാലം മുന്നേ, ഇപ്പോഴും ഇറങ്ങുന്നില്ലെന്നല്ല, ചെക്ക് ഡിസൈനോട് ഭയങ്കര ഇതായിരുന്നല്ലോ. ഇവിടെ ഓരോ ചെക്കിനകത്ത് ഓരോ കളർ, നമ്മളുടെ എന്താണെന്ന് പറയുന്നത് ചെസ് ബോർഡിൻ്റെ പോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല, അല്ലാതെ അങ്ങനെ പല കളറിൽ വരും. പിന്നെ അതിൻ്റെ ലൈൻസിന് ചുറ്റും വേറെ ഗോൾഡൻ കളറും അങ്ങനെയൊക്കെ ചെയ്ത് പല സാരികൾ ഇറങ്ങുന്നതിനറിയാം. ഇതാണ് ആ സാരിയല്ല, ഇതാണ് ഈ സാരി. ഇത് ചെക്കാണ്. കാണാമോ? ഈ ചെക്ക് കാണാമോ നന്നായിട്ട്? ഇനി ഇതിൻ്റെ ട്രാൻസ്പെറൻസി ഞാൻ കാണിച്ചു തരാം. 1 പ്ലീറ്റ്സോ 2 പ്ലീറ്റ്സോ എങ്ങനെ വേണമെങ്കിലും ഇടാം. പിന്നെ ഈ പറഞ്ഞിട്ട് ഇത് പ്ലെയിനാണ്. ഇതുകൊണ്ട് നിങ്ങൾക്ക് ഭാവനയും കഴിവും ഒക്കെ ഉള്ള ആൾക്കാർക്ക് വേറെ എന്ത് വേണമെങ്കിലും ചെയ്തും എടുക്കാം. കുറച്ച് ട്രാൻസ്പെറൻ്റ് ആണ് 1 പ്ലീറ്റ്സ് ഇടുമ്പോൾ. പക്ഷേ നമ്മൾ പ്ലീറ്റ്സ് ഇട്ടെടുക്കുമ്പം ആ ഒരു പ്രശ്നം ഇല്ല. കണ്ടോ? ഒരു പ്രശ്നവുമില്ല. നല്ല ചെക്കിനോട് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരു പ്രത്യേക ആകർഷകത്വമാണല്ലോ. പിന്നെ ഇതിന് ഇത്ര റേറ്റേ ഉള്ളൂ. നമ്മൾ തന്നെ എന്തോരം സാരികളും വിത്ത് ബ്ലൗസുമായിട്ട് കൊടുത്തേക്കുന്നു. ഇപ്പം സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ബ്ലൗസുമായിട്ട് വിത്ത് സെറ്റ് ചെയ്യാനൊന്നും
മെനക്കെടാത്തത് പ്ലെയിൻസ് ആയിട്ട് തന്നെ കൊടുക്കുന്നു. ബ്ലൗസും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന എല്ലാവർക്കും ഇഷ്ടം. എല്ലാവരും എന്നോട് പറയും ബ്ലൗസ് സെറ്റ് ചെയ്ത് തരുന്ന ഭയങ്കര നല്ലതാണ്, അങ്ങനെ തന്നാൽ മതി എന്ന് പറയും. പിന്നെ ബ്ലൗസിന് നടക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ ഇതിപ്പോൾ എനിക്ക് സമയം കിട്ടിയില്ല. അപ്പോൾ ഈ കളറിന് ചേരുന്ന കോൺട്രാസ്റ്റ് ബ്ലൗസ് ഉള്ളവർക്കൊക്കെ ഇടാം. പർപ്പിളിൻ്റെ എന്തെങ്കിലും ഒരു സാമ്യതയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഐഡിയ വെച്ച് ഇടാം. വൈറ്റ് ബ്ലൗസ് ഇടാം. പിന്നെ അതിൻ്റെ വേറെ ഇനിയിപ്പം ഞാൻ ഓരോന്നും നൂർത്ത് കാണിക്കണ്ടല്ലോ. പീച്ച് ഷെയ്ഡ് ഡാർക്കും ഇതും കൂടെ പീച്ച് ഷെയ്ഡ് കണ്ടോ, നല്ല കളറാണ് കേട്ടോ. നല്ല പീച്ചിൻ്റെ നല്ലൊരു കളറാണ്. പീച്ച് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒത്തിരി ഷെയ്ഡ് വരത്തില്ലേ, പക്ഷേ ഇത് നല്ലൊരു രാമാഗ്രീൻ അല്ലേ, നല്ല ഒരു എടുപ്പുണ്ട്. അതാ ഞാൻ പറഞ്ഞിട്ട്. ടീൽ ബ്ലൂ, ബ്ലാക്ക് ബ്ലാക്ക് വന്നപ്പോൾ എന്താ ഒരു നീട്ടമല്ലേ, കാണത്തില്ലായിരുന്നു. നല്ല ഡാർക്ക് ബ്ലാക്ക് കേട്ടോ, ജെറ്റ് ബ്ലാക്ക് എന്ന് പറയാം. നല്ല ഡാർക്ക് ബ്ലാക്ക്. കലങ്കാരിയുടെയും അജ്രക്കിൻ്റെയും ഒക്കെ ബ്ലൗസ് ഉള്ളവരോ അല്ലെങ്കിൽ 1 മീറ്റർ ബ്ലൗസ് എടുത്താൽ മതി. പ്രിൻ്റ് കലങ്കാരി അജ്രക്കിൻ്റെ ഒക്കെ പ്രിൻ്റ് ഉള്ള ബ്ലൗസ് എടുത്താൽ മതി. ഭയങ്കര സൂപ്പറായിരിക്കും. ഇനി ഒരിക്കൽ ഇതിന് ബ്ലൗസും കൂടെ വെച്ച് കാണിക്കാം. പ്ലെയിൻ സാരിക്ക് എന്തോ ഒരു കഴിഞ്ഞ ദിവസം കണ്ട് പ്ലെയിൻ സാരിയുടെ വീഡിയോ കാണിച്ചു. ഇപ്പോഴും അത് ഭയങ്കരമായിട്ട് ചോദിക്കുന്നുണ്ട്. കുറച്ചൊക്കെ സ്റ്റോക്കും ഉണ്ട്, പക്ഷേ ഇനി ചോദിക്കുമ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ്റെ ഫോട്ടോ എടുത്ത് തരാൻ പറയും. അതാണ് പ്രശ്നം. അവിടെയാണ് പ്രശ്നം. എന്നെ കാണിക്കത്തില്ലെന്ന് ചോദിക്കും അല്ലേ. പിസ്ത ഗ്രീൻ, ഇതിനൊന്നും കണ്ടമാനം സ്റ്റോക്കില്ല കേട്ടോ. നമ്മൾ സാധാരണ പ്ലെയിൻ സാരി കാണിക്കുന്ന ഇഷ്ടംപോലെ സ്റ്റോക്ക് വെച്ചോണ്ട് അറിയാവുന്ന ആൾക്കാർക്കറിയാം. ഒത്തിരി സ്റ്റോക്ക് വെച്ചോണ്ടാണ് പ്ലെയിൻ സാരി കാണിക്കുന്നത്. പക്ഷേ ഈ പ്രാവശ്യം ഇതിന് അധികം സ്റ്റോക്കില്ല. അതുകൊണ്ട് വേണ്ടവർ വേഗം തന്നെ വാങ്ങിക്കോളൂ. ലാവണ്ടർ, ഒനിയൻ, തീർന്നു. കഥം എങ്ങനെയുണ്ട്? എന്താ എന്നോടെ ഒത്തിരി ആൾക്കാർ ഈ മിക്ക ദിവസങ്ങളിൽ എന്ന് പറഞ്ഞ പോലെ ഞാൻ ഇച്ചിരി SP അടിക്കുവാണേ. എന്നു ചോദിച്ചാൽ ഞാൻ എൻ്റെ കുർത്തി ചോദിച്ചിട്ട് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. ഈ കുർത്തി എല്ലാം സ്വയം ഇട്ട് കാണിക്കുന്നതല്ലാതെ വീഡിയോ കാണിക്കാത്ത തന്നെ, കുർത്തിക്ക് വീഡിയോ കാണിക്കാത്ത തന്നെ, നല്ല കുർത്തികളാണല്ലോ ഇടുന്നത്, എന്നിട്ട് അതെന്താ വീഡിയോ കാണിക്കാത്ത സ്ഥിരം ചോദിക്കുന്നുണ്ട്. കുർത്തിയുടെ വീഡിയോ എനിക്കറിയാം, കുർത്തിയുടെ വീഡിയോ ഭയങ്കര കുറവാണ്. അപ്പം ഞാൻ കുർത്തിയുടെ വീഡിയോ കാണിക്കാത്തതിൻ്റെ കാര്യം ഇസബെല്ലയുടെ ഓൺ യൂണിറ്റിൽ ചെയ്ത കുർത്തികൾ തരുമ്പോഴാണ് നമുക്കൊരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു റേറ്റിൽ നിങ്ങൾക്ക് തരാൻ പറ്റുന്നത്. കാരണം കുർത്തിക്ക് ധാരാളം ഓൺലൈനിൽ ഇഷ്ടം പോലെ ആൾക്കാർ ഉണ്ട്. അപ്പം നല്ല കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഹോൾസെയിലറുടെ അടുത്തുനിന്ന് വാങ്ങിച്ചിട്ട് വീണ്ടും നമ്മളുടെ ഒരു പ്രോഫിറ്റും കൂടി ഇട്ട് തരുമ്പോൾ അതിനകത്തൊരു വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നും കൊണ്ട് ഭയങ്കര വിലയാണെന്നല്ല. എന്നെ സംബന്ധിച്ച് കുർത്തിയൊക്കെ അതൊക്കെ ഇട്ടൊക്കെ കാണിക്കുമ്പോഴാണ് അതൊരു രസം എന്നുള്ളൊരു ഏറ്റവും വലിയ കാരണം ഞാൻ അതുകൊണ്ടാണ് കാണിക്കാത്തത്. പക്ഷേ ഈ കുർത്തി കണ്ടിട്ട്, എൻ്റെ കുർത്തിയാണെങ്കിൽ പോലും കണ്ടിട്ട് ആൾക്കാർ ഒത്തിരി പേര് ചോദിക്കുന്നത് റീസെല്ലിങ്ങിന് എന്തോരം ആൾക്കാരാണ് നമ്മളോട് ചോദിക്കുന്നത്, നിങ്ങളിത് റീസെല് ചെയ്യുന്നുണ്ടോ, കൊടുക്കുന്നുണ്ട് റീസെല് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഉള്ളവർക്ക് നമ്മളുടെ ഓൺ കുർത്തീസിൻ്റെ പ്രൊഡക്ഷൻ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. വിത്തിൻ 2 weeks അതിന് വേണ്ടിയിട്ടുള്ള കുർത്തി നിങ്ങൾക്ക് ഡെയിലി വീട്ടിൽ ഇരുന്നോ അല്ലെങ്കിൽ വേറെ അത് ബിസിനസ്സായിട്ട് ചെയ്യുന്നവർക്കോ ബുട്ടീക്ക് ചെയ്യുന്നവർക്കോ എങ്ങനെയുള്ളവർക്ക് വേണമെങ്കിലും സമീപിക്കാം. നമുക്ക് ഡയറക്റ്റ് ഷോപ്പിൽ വന്ന് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. അതിന് വേറെ പ്രൈസായിരിക്കും, ഹോൾസെയിൽ പ്രൈസിലായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. പിന്നെ അതല്ല, നിങ്ങൾ ഫോട്ടോ ഇട്ട് തന്നിട്ട് വേണമെങ്കിലും തരാം. പിന്നെ അത് ഞാൻ കുറച്ചും കൂടെ വിശദമായിട്ട് സാധനം വന്നു കഴിഞ്ഞിട്ട് കുറച്ച് മോഡലൊക്കെ കാണിച്ചിട്ട് പറയാം. പിന്നെ വീഡിയോസ് ഇട്ട് തന്നിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഏറ്റവും നല്ലത് നിങ്ങൾ ഡയറക്റ്റ് ഒറ്റ പ്രാവശ്യം ഒന്ന് ഷോപ്പിൽ വരിക, എന്നിട്ട് നമ്മളുമായിട്ട് കണ്ടിട്ടിടുക. പിന്നെ ഈ പറഞ്ഞ പോലെ ML XL
അത് എല്ലാ സൈസും സെറ്റ് വൈസ് നമ്മൾ എടുക്കണമെങ്കിൽ M2 XXL. അത് ഓരോ പ്രാവശ്യം ഇറങ്ങുന്ന കുർത്തി ചിലത് M2 XXL ആയിരിക്കും, ചിലത് L2 XXL ആയിരിക്കും, ചിലത് XXL മാത്രമായിരിക്കും. അങ്ങനെ നല്ല എന്നെ സംബന്ധിച്ച് കാണിക്കുന്ന സാധനം, കൊടുക്കുന്ന സാധനം പെർഫെക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ കുറച്ചൊരു വെറൈറ്റി ഒക്കെ ആയിരിക്കണം. കണ്ട് മടുത്ത കുറേ സാധനങ്ങൾ എടുത്ത് വീണ്ടും നമ്മളും കൂടെ കൊടുക്കുന്നതിൽ ആരും അർത്ഥമില്ലെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അത് വെറൈറ്റി തേടി നടപ്പ് എനിക്ക് സ്വയം തലവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും അതെനിക്കൊരു ഭ്രാന്ത് പോലെ. അതെന്ന് വെച്ചാൽ അങ്ങനെയേ കൊടുക്കുള്ളൂ. ഇങ്ങനെ കുറേ സാധനങ്ങൾ വന്നിട്ട് തൊട്ടടുത്ത് നമ്മുടെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്ന യൂണിറ്റിന് തൊട്ടടുത്ത് ചെന്നിട്ട് പോലും തിരിച്ചു പോകുന്ന ആളാണ്. പിന്നെ ഇനി എത്രയോ എറണാകുളത്താണ് യൂണിറ്റ്. അപ്പോൾ അവിടെ ഇനിയും പോകണം, എന്നാലും അത്രയും ഡിസൈൻ റെഡിയാക്കിയിട്ടേ പോകുന്നുള്ളൂ എന്ന് വിചാരിച്ചിട്ട് തന്നെ അത്രയ്ക്ക് ഞാൻ അതിനകത്ത് സ്ട്രിക്റ്റ്. അതുകൊണ്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള കുർത്തീസ് നമുക്ക് തരാം. പിന്നെ നമുക്ക് കല്യാണം അങ്ങനത്തെ പോലുള്ള ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ധാരാളമായിട്ട് കുർത്തി സാരിയൊക്കെ എടുക്കുമല്ലോ, അങ്ങനെയുള്ളവർക്കും ഹോൾസെയിൽ തരാം. ഞങ്ങളുടെ പുതിയ ഷോപ്പ് ആരംഭിക്കുമ്പോൾ അതിൽ ഹോൾസെയിൽ വിഭാഗം കൂടി ഉണ്ടായിരിക്കും. ഇപ്പോഴേ പറയേണ്ട കാര്യമില്ല, നേരത്തെ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇപ്പോഴേ അങ്ങ് പറഞ്ഞു വെച്ചേക്കാം. എല്ലാ കാര്യവും ഞാൻ തലവേദന എടുത്തപ്പോലും പറയുന്നില്ലേ, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞു, ഞാൻ സത്യം പറയും ഇതൊന്നും പ്ലാൻ ചെയ്ത് വെച്ചിട്ട് പറയാൻ വന്നൊന്നുമില്ല. പറഞ്ഞ കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞു. സത്യമായിട്ടും അതെ, ഇന്നിങ്ങനെ പറയണമെന്നൊന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടല്ല ഒരു കാര്യവും. നേരെ ഇവിടെ വന്ന് നിൽക്കുന്നു, എൻ്റെ മനസ്സിൽ തോന്നുന്നു ഓർക്കുന്നതുമായ കാര്യങ്ങൾ പറയുന്നു. കുറച്ച് പേര് നമ്മളോട് സ്നേഹമുള്ള കുറച്ച് പേര് മുഴുവൻ കേൾക്കുന്നു. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.